കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെന്താ? സഹീഹുൽ ബുഖാരിയിലുണ്ട്, ഫസബത്തൽ അംറു അലാ ദാലിക, ജുമുഅക്ക് 2 ബാങ്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. അത് കാന്തപുരം പറഞ്ഞതല്ല, കിഗൻ ഉസ്താദ് പറഞ്ഞതല്ല, അത് സഹാബിയായ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാ. ജുമുഅക്ക് 2 ബാങ്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. അത് ബുഖാരിയിലുള്ളതാ, ചന്ദ്രികയിലും സിറാജിലൊന്നും ഉള്ളതല്ല. ഓർക്കണം. ഇത് ഉദ്ധരിച്ചിട്ട് ഞാൻ ചോദിച്ചു, ലോകം മുഴുക്കെ മുസ്ലിമീങ്ങൾക്ക് ജുമുഅക്ക് ബാങ്ക് 2, ഇവിടെ 1, ഇത് എവിടുന്ന് കിട്ടിയതാ? മക്കയിലും മദീനയിലും തറാവീഹ് 20, നിങ്ങൾക്ക് 8 or 11, രണ്ട് അഭിപ്രായം ഉണ്ടായില്ല അവരുടെ കൂട്ടത്തിൽ തന്നെ. എവിടുന്ന് കിട്ടിയതാ? പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങളും ഹജ്ജിന് പോകലില്ലേ? മടങ്ങി വന്നിട്ട് ജുമുഅ ഖളാ വീട്ടലുണ്ടോ? കാരണം അവിടെ അറബിയിലല്ലേ ഖുത്ബ. അപ്പൊ മൗലവിമാരൊക്കെ മടങ്ങി വന്നിട്ട് ജുമുഅ ഖളാ വീട്ടലുണ്ടോ? അറബിയിൽ ഖുത്ബ ആയതുകൊണ്ട് ഞാൻ ചോദിച്ചു. അപ്പൊ മൗലവിക്ക് ഹാലളി, മൗലവിക്ക് കുന്തിരിക്കം പുകയിച്ചാൽ പെട്ടെന്ന് ഹാലളും. മൗലവി പറയാണ്, ഇജ്മാഇല്ലേ എന്നാ പേരോട് ചോദിക്കുന്നത്. എന്ത് ഇജ്മാ? ഓ, മൂപ്പര് വലിയ ആലിമാണല്ലോ. നോക്ക്, ഒന്ന് കേൾപ്പിക്കുമോ എന്താ പറഞ്ഞത്? ഞാൻ പറയുന്നത് എന്താ? ഫസബത്തൽ അംറു അലാ ദാലിക ബുഖാരിയിലില്ലേ? മൂപ്പരെ ചോദ്യ. ഫസബത്തൽ അംറു അലാ ദാലിക എന്ന് പറഞ്ഞാൽ എന്താ? ആ കാര്യം പിന്നെ മുസ്ലിം ലോകത്ത് ഇജ്മാ ആയി എന്നാണ്. അപ്പൊ ഇജ്മാ ആയി കഴിഞ്ഞ ഒരു കാര്യത്തിന് എതിര് പറയാല് ഖർഖുൽ ഇജ്മാഇ ഹറാമെന്നല്ലേ? ഇജ്മാഇനെ എതിര് ഹറാമല്ലേ? കുഫറിലേക്ക് വരെ എത്തുന്ന സംഖ്യാന്നല്ലേ ഉസൂൽ കിതാബുകളിലൊക്കെ ഉള്ളത്. ഉപരി പഠിപ്പിക്കുക. ഫസബത്തൽ അംറു അലാ ദാലിക, കാര്യത്തിന്മേൽ കാര്യം സ്ഥിരപ്പെട്ടു എന്ന് വായിച്ചിട്ടാ മൂപ്പര് ചോദിക്കുന്നത് എന്ത്? ഇജ്മാ ആയി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം. ഞാൻ പറയാത്തതിലെ വാചകം അയാൾ കൂട്ടിയിട്ടുണ്ടായിക്കോട്ടെ, എന്ന് പ്രശ്നമൊന്നുമില്ല, കൂട്ടിക്കോട്ടെ. അദാനിൽ ജുമുഅത്തിൽ അവ്വൽ ലമ്മാ അഹ്ദസഹു ഹുവ ഔ ഉസ്മാൻ റളിയല്ലാഹു അൻഹുമാ, സഹാബികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ മുആവിയ റളിയല്ലാഹു അൻഹു ജുമുഅയിലെ 1-ാം വാക്യം ഉണ്ടാക്കിയപ്പോൾ സഹാബികൾ ഇജ്മാ ആയതുപോലെ മുആവിയ റളിയല്ലാഹു അൻഹു മിമ്പർ കൊണ്ടുപോയി മക്കയിൽ വെച്ചപ്പോൾ മിമ്പർ വേണം എന്നതിലും ഇജ്മാ ആയി. അപ്പൊ ജുമുഅയിലെ 1-ാം വാക്യം ഇജ്മാ എന്ന് ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ മിൻഹാജിൽ പറയുന്നു. ഇജ്മാ ആയി എന്നാ പേരോട് പറയുന്നത്. ഞാൻ പിന്നെ കിതാബിലുള്ളതല്ലാതെ നിങ്ങളെ പോലെ ബുക്കും വായിച്ച് നടക്കലാണോ എനിക്ക് പണി? ചെരിപ്പും പെറുക്കി നടക്കലാണോ എനിക്ക് പണി? ഞാൻ കിതാബ് ഓതി പഠിച്ചതല്ലേ. ഇനി നിങ്ങൾക്ക് ബുഖാരിയുടെ ശറഹ് കാണണോ? ഇമാം ഖസ്തല്ലാനിയുടെ ശറഹ്. ഇമാം ഖസ്തല്ലാനി പറയുന്നു, وموافقة سائر الصحابة له بالسكوت وعدم الإنكار فصار إجماعا سكوتيا. സഹാബത്ത് മുഴുവനും 2 ബാങ്ക് നിർവഹിക്കുന്നതിനോട് യോജിച്ചപ്പോൾ അത് ഇജ്മാ ആയി കഴിഞ്ഞു. സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. അപ്പൊ ഹദീസിന്റെ ശറഹിലും പറയുന്നത് തന്നെ, ഫിഖ്ഹിന്റെ കിതാബിലും പറയുന്നു അത് തന്നെ. ഇത് ഞാൻ പറഞ്ഞതാണോ തെറ്റ്? നിങ്ങളുടെ മൗലവിമാർക്ക് വിവരമില്ലാത്തതിന് ഞാനാണോ ഉത്തരവാദി? ഇനി മൗലവി പറയുന്നുണ്ട്, നല്ല രസമുണ്ട് മൗലവിന്റെ പ്രസംഗം. മൗലവി പറയാണ്, കിതാബുൽ ഉമ്മിലെ ഒരു ഉമ്മ കണ്ട മൗലവി. ഇബ്നു ഹജർ അൽ-ഹൈതമി ഉമ്മ കണ്ടില്ല, ഖസ്തല്ലാനി ഉമ്മ കണ്ടില്ല, നമ്മളെ മുൻഗാമികൾ ആരും കിതാബിൽ ഉമ്മ കണ്ടില്ല, മക്കയിലും മദീനയിലും ഇന്ന് വരെ ജീവിച്ച് മരിച്ചു പോയ ഒറ്റ ആലിമികൾ ഉമ്മ കണ്ടില്ല. ഉമ്മ കണ്ടതാരാ? ഉസൻകുട്ടി. ഞാൻ ഉസൻകുട്ടി ഇത് ബന്ധം പറഞ്ഞില്ല. അയാൾക്ക് അയാളെ നാട്ടിൽ വിളിക്കുന്ന പേരാ. എന്റെ നാട്ടിൽ എന്നെ അന്തൂർ എന്നാ വിളിക്കുക. നിങ്ങൾ അങ്ങനെ വിളിച്ചോളൂ, എനിക്ക് നല്ല സന്തോഷ. എന്റെ വാപ്പ ഉമ്മയിൽ എന്നെ അന്തൂർ എന്നാ വിളിക്കുക. അപ്പൊ അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയാം, അയാളെ നാട്ടിൽ അയാൾ ഉസൻകുട്ടി എന്നാ വിളിക്കല്. അപ്പൊ ഞാൻ പറയാണ്, സഹോദരന്മാര്, ഉസൻകുട്ടിയായപ്പോ ഉമ്മ കണ്ടത് ഈ ആലിമീങ്ങൾ ആരും കണ്ടില്ല. മൂപ്പര് പറയാ, ബുഷറൽ കരീമിലുണ്ട്. നിങ്ങൾക്ക് ബുഷറ തന്നെയാ വരുന്നത് കേട്ടോ. ബുഷറ തന്നെയാ വരുന്നത്, കരീമിന്റെ ബുഷറ തന്നെയാ വരുന്നത്. ബുഷറൽ കരീമിലുണ്ട് പോലും തെർക്കു അഹബുലിയാൻ ഷാഫി ഇമാമ് പറഞ്ഞു. അല്ല മൗലവി, ബുഷറൽ കരീം എഴുതിയ അല്ലാമ ബഅസൻ റഹിമഹുല്ലാ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കണ്ടിരുന്നോ? ഷാഫി ഇമാമിനെ കേട്ടിരുന്നോ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് 1000 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച ആളാണ് ഇമാം അല്ലാമ ബഅസൻ റഹിമഹുല്ലാ. ആ ബഅസൻ റഹിമഹുല്ലാ ഇമാം ഷാഫി പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് സനദ് വേണ്ടേ?
നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? 1000 കൊല്ലം മുമ്പുള്ള ഒരാൾ പറഞ്ഞു 1000 കൊല്ലത്തിന് ശേഷമുള്ള ആൾ പറഞ്ഞാൽ മതിയോ? എന്നാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ശറഹുൽ മിൻഹാജ് ഈ ശറഹുൽ മിൻഹാജിൽ എന്താ പറഞ്ഞത്? ഇത് ഈ ബാഅസൻ റഹിമഹുല്ലാഹ് ജനിക്കുന്നതിന്റെ 500ഓളം കൊല്ലം മുമ്പ് ജീവിച്ച ആളുകൾ എഴുതിയതാണ് ശറഹുൽ മിൻഹാജ്. ഇതിൽ കാണാം വഫിഅലുഹു ഖാല അശ്ശാഫിഈ വഫിഅലുഹു അഹബ്ബു ഇലയ്യ وفعله قال الشافعي رضي الله عنه وفعله صلى الله عليه وسلم أحب إلي. അല്ലാഹുവിന്റെ റസൂൽ ചെയ്ത ബാങ്ക് അത് ഖുതുബക്ക് കയറിയതിനു ശേഷമുള്ള ബാങ്ക്. ആ ബാങ്കാണ് ഖുതുബക്ക് മുമ്പുള്ള ബാങ്കിനേക്കാൾ എനിക്ക് ഇഷ്ടം. എന്ന് പറഞ്ഞാൽ 2 ബാങ്കും വേണം. അതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട ബാങ്ക് അഥവാ 2ൽ 1 ഒഴിക്കേണ്ടി വന്നാൽ, ഒഴിക്കേണ്ടി വരാൻ ഞാൻ കാരണം കൊണ്ട് ഒന്നുകിൽ സമയം നഷ്ടപ്പെട്ടു പോകും, അതാകാൻ പോവാണ്, സമയമല്ല, അങ്ങനത്തെ ഏതെങ്കിലും ഒരു മുസീബത്തിൽ അങ്ങനെ സംഭവിച്ചു നോക്കുക, യാത്രയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു മുസീബത്തുണ്ടായിട്ടോ അങ്ങനെ സംഭവിച്ചു നോക്കുക, ഒരു സമയം അങ്ങേത്തലേക്ക് എത്തിപ്പോയി, അങ്ങനൊക്കെ വന്നിട്ട് ഒന്നൊഴിക്കേണ്ടി വന്നാൽ അവിടെ ഏതിനാണ് പ്രാമുഖ്യം നൽകേണ്ടത്? അതാ ബുസ്റൽ കരീമും അതുപോലെ തന്നെ ശറഹുൽ മിൻഹാജും ഒക്കെ പറഞ്ഞതിന്റെ അർത്ഥമല്ലാതെ വേണ്ടാന്നല്ല പറഞ്ഞതിനർത്ഥം. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം എന്താണ്? ഇമാം ശാഫിഈ പറഞ്ഞ വാചകം ശാഫിഈ ഇമാമിന്റെ ഉമ്മിലുണ്ട്. ആദ്യം പറഞ്ഞു സബത്തൽ അംറു അലാ ദാലിക, ജുമഅക്ക് 2 ബാങ്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. അത് ഇമാം ശാഫിഈന്റെ ഉമ്മിലുണ്ട്. അത് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുകയാണ്, ഈ 2ാം ബാങ്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണോ മുആവിയ റളിയല്ലാഹു അൻഹു ആണോ ഉണ്ടാക്കിയത് എന്നൊരു ചർച്ചയുണ്ട്. പക്ഷേ ആരായിരുന്നാലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണെന്നുള്ളതാണ് കൂടുതൽ ശരി. അതാണ് സഹീഹുൽ ബുഖാരിയിലൊക്കെ ഉള്ളത്. ആരായിരുന്നാലും ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ പറഞ്ഞു ഫൽഅംറുല്ലദീ അലാ ഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ, 2 ബാങ്കിന്റെ കൂട്ടത്തിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള ബാങ്ക് മിമ്പറിൽ ഇരുന്നതിന് ശേഷമുള്ള ബാങ്ക്.